നമസ്കാരം മക്കളെ. ഇത് നെത്തോലി, കൊഴുവ, ചൂട എന്നൊക്കെ പറയുന്ന മീൻ വറ്റിച്ചിരിക്കുകയാണ്. പ്രത്യേക രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ് മക്കളെ. വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ, ചോറിൻ്റെ കൂടെ, ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചൂട കഴിക്കാത്ത കുട്ടികളും ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് കഴിക്കും. വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാൻ പറയും, ഇതേ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറയും. അപ്പോൾ എല്ലാവരും ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് രുചിയാണ് മക്കളെ. ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം. നമ്മൾ സാധാരണ തേങ്ങ ചേർത്താണ് ഇത് തയ്യാറാക്കാറ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ ചൂടയാണ്, ഈ ഫ്രഷ് ചൂടയാണ് കേട്ടോ, ചെറുതല്ല. അപ്പോൾ ഇത് വെട്ടുന്നതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് ഒന്ന് രണ്ട് പേര് മക്കൾ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെട്ടാൻ എളുപ്പമാണ് മക്കളെ. അതിൻ്റെ പുറത്തൊരു ചിറകുണ്ട്, അതും വെട്ടി, ആ വാലും വെട്ടി, വയറും ആ തലയും കൂടെ വെച്ച് വെട്ടി, ഇതാണ്ട് വയറിനകത്തിരിക്കുന്ന വേസ്റ്റാണ് ഇങ്ങനെ എടുത്ത് കളയും. ഈ വയറിനകത്തൊരു കൊമള പോലൊരു സാധനമുണ്ട്, അതും ഇങ്ങനെ ഈ കത്തിയുടെ ചുണ്ടുകൊണ്ടോ കത്രിക കൊണ്ടോ ഇങ്ങനെ ചുണ്ടുകൊണ്ടാണ് ഇങ്ങനെ എടുത്താൽ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബോൾ പോലെ ഉണ്ട്, പിന്നെ ഉള്ളിലുണ്ട് ഒരു ചുണ്ണാമ്പ് പോലെ പുറത്തും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉപ്പിട്ട് റാകുമ്പോൾ പോയിക്കോളും. നമ്മൾ പിന്നാണ്ട് എല്ലാം വെട്ടിയെടുത്ത് ഇനി ഉപ്പിട്ട് നന്നായിട്ട് റാഗി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇനി ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേക ഈ മസാലക്കൂട്ട് ഉണ്ടാക്കണം മക്കളെ. പൊടി ഇടുന്നതിനേക്കാളൊക്കെ ഏറ്റവും ടേസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കിട്ടത്തക്ക രീതിയിലൊരു ഇത്രയും മുളകാണ് നമ്മൾ ചിരണ്ടമുളക് എടുക്കുന്നത് കേട്ടോ. നമ്മൾ പാണ്ടുമുളക് ഉപയോഗിക്കില്ല. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ മസാലകളെല്ലാം നമ്മൾ പൊടിക്ക് വേണ്ടി നമ്മുടെ ഈ മുളകും മല്ലിയും കുരുമുളകും എല്ലാം മൂപ്പിക്കണം. ആദ്യം നമ്മൾ മുളക് ഇട്ടിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളകിനാണ് ഇച്ചിരി മൂപ്പ് കൂടുതൽ. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ പകുതി മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയും ഇട്ട് കൊടുത്ത്, മല്ലിയും മൂത്തതിന് ശേഷം നമ്മൾ കുരുമുളകും ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കും. ഇതും കൈവിടാതെ ഇളക്കി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചേർത്തെങ്കിൽ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള രുചി നമുക്ക് കിട്ടുകയുള്ളൂ. പഴയകാല രുചിക്കൂട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തണുക്കാനായിട്ട് ഒട്ടും കരിഞ്ഞിട്ടില്ല. തണുത്തതിന് ശേഷം നമുക്ക് ഞെടുപ്പ് കളഞ്ഞത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന നമ്മൾ പിഴുപുളിയാണ്. സാധാരണ ഈ മീൻ വറ്റിക്കുന്നത്, ഞങ്ങളാരും പിഴുപുളി അങ്ങനെ ഇട്ട് മീൻ കറി വെക്കാറില്ല. പക്ഷേ ഈ വറ്റിക്കുന്നതിന് നമ്മൾ പിഴുപുളിയാണ് ചേർക്കേണ്ടത്. അതാണ് ഈ കറിയുടെ പ്രത്യേകതയും ടേസ്റ്റും. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അതിൻ്റെ ചാറൊക്കെ ഇറങ്ങാൻ വേണ്ടി വെള്ളത്തിലേക്കിട്ട് അലിയിച്ച് വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയും, ഇതിൻ്റെ പ്രത്യേക ചെറിയ ഉള്ളിയാണ് ഇതിന് ചേർക്കേണ്ടത്. ഒരു 10-15 ചെറിയ ഉള്ളി എല്ലാം തൊലി കളഞ്ഞെല്ലാം കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് ചതയ്ക്കുമ്പോഴേ ഇതിനെല്ലാം ഇത് വിതർന്ന് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട കെട്ടി നമ്മൾ തീയലിനകത്തൊക്കെ കിടക്കുന്ന പോലെ ഉള്ളി കിടക്കും. അപ്പോൾ ഒന്നേ തൊടാതെ ഉള്ളി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കണം. ചതച്ചങ്ങ് പൊട്ടിക്കണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് വിതർത്ത് കിട്ടാൻ വേണ്ടി, വിടർന്ന് കിട്ടാൻ, ഒന്നേ തൊടാതെ കിടക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും എല്ലായിടും നമുക്ക് ഈ ഉള്ളി കിട്ടത്തുള്ളൂ, കറിക്കകത്തല്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാൻ ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കറിവേപ്പിലയും ചേർത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 10-12 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് ഒന്ന് ആദ്യം മൂപ്പിക്കാൻ ഇടുന്നുണ്ട്. ആ വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതായത് അരിഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടയാൻ വേണ്ടി അത് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴട്ടി വേവിക്കണം. മൂപ്പിക്കരുത് കേട്ടോ, ക്രിസ്പി ആയിട്ട് മൂക്കണ്ട, വഴട്ടി വേവുകയേ ചെയ്യാവുള്ളൂ. വഴന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പൊടി ഇനി ഇതിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റത്തില്ല, കാരണം നമ്മൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ വറുത്ത് പൊടിച്ച പൊടി 2 ടേബിൾ സ്പൂൺ കേട്ടോ ഒന്ന് ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം നമ്മുടെ ആവശ്യത്തിന് പുളി ചേർക്കാൻ കേട്ടോ, നമുക്ക് ഇത്രയും പുളി മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ലൂസാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കറിയുടെ പ്രത്യേകത നമ്മൾ പൊടി ചേർക്കാതെ ഇങ്ങനെയുള്ള ഈ രുചിക്കൂട്ടാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകത. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. ഉപ്പും ചേർത്ത് ഇത് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളിതിൻ്റെ ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം വരാൻ. കണ്ടില്ലേ, എങ്കിലേ കുറുകേണ്ടതാണല്ലോ. അപ്പോൾ ഉപ്പ് നോക്കി പിന്നെ ആവശ്യത്തിന് നമ്മൾ
ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ പുളി കുറവുണ്ടായിരുന്നു. ആ പുളിയുടെ ചവറും കൂടെ വീണ്ടും പിഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളിതൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെക്കും. അടച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മീൻ പിറക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി തോർത്തി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ പരന്ന ചട്ടി ആയതുകൊണ്ട് എല്ലായിടും സ്പ്രെഡ് ചെയ്തിങ്ങനെ വേവാൻ നല്ലതാണ്. ഇങ്ങനെ പറ്റിക്കാനൊക്കെ ഈ ചട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് താഴ്ത്തി നമ്മുടെ തവി കൊണ്ടൊന്ന് താഴ്ത്തി വെക്കുന്നുണ്ട്. താഴ്ത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് തുറന്ന് വെച്ച് വേണം അടയ്ക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവിയൊക്കെ അകത്ത് വീഴും, പിന്നെ തിളച്ച് മേളോട്ട് പൊങ്ങി വരും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. കുറച്ചൊന്ന് തുറന്ന് വെച്ച് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഉപ്പുമൊക്കെ നോക്കിയിട്ട് വീണ്ടും നമ്മൾ തവി കൊണ്ടങ്ങ് കുത്തി ഇളക്കരുത്. തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഇങ്ങനെ അടച്ചും നമ്മൾ തുറന്ന് നോക്കി ഇളക്കിക്കൊണ്ട് ചുറ്റിച്ച് കൊടുത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനകത്ത് തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് ഇത് വറ്റി വരും കേട്ടോ. ചോറ് കഴിക്കാനും ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇത് മാത്രം മതി മക്കളെ. എനിക്കിപ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല രുചികരമായിട്ടുള്ള കറിയാണ്. ഇതൊന്ന് വെച്ച് കഴിച്ച് നോക്കിയെങ്കിൽ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചൂട കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും, ഞങ്ങൾ ചൂടയെന്നാണ് പറയുന്നത്, ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ വീണ്ടും കുട്ടികളൊക്കെ പറയും, മുതിർന്നവരും പറയും ചൂട ഇനി ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ പീര പറ്റിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതിലൊക്കെ ടേസ്റ്റാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി ഏത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല രുചിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം മക്കളെ. നമ്മൾ കണ്ടില്ലേ, ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. സെർവിങ് പ്ലേറ്റ് മാറ്റി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ചെറുമീൻ എന്നൊക്കെ പറയുമ്പോൾ വളരെയേറെ പോഷക ഗുണമുള്ള മത്സ്യമാണല്ലോ. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓരോരോ അസുഖങ്ങളാണല്ലോ. ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടുക, ശരീരവേദന. അപ്പോൾ അതിനൊക്കെ നിത്യം നമുക്ക് ഈ ചൂട കിട്ടുമ്പോഴൊക്കെ സ്ഥിരമായിട്ടത് വാങ്ങിച്ചുപയോഗിച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഏറെക്കുറെ നികത്താൻ പറ്റുമെങ്കിലും ഒരു ഗുളിക കഴിക്കുന്നതിന് ഇഷ്ടംപോലെ നമ്മളിത് കഴിക്കണമെന്നേ ഉള്ളെങ്കിലും നിരന്തരം ഉപയോഗിച്ചാൽ അപ്പം അതിൻ്റെ കുറവ് നികത്താനൊക്കെ പറ്റും. കണ്ടില്ലേ, അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഞാനിത് ആസ്വദിച്ച് കഴിക്കുകയാണ്. എന്നിട്ട് കമൻറ്റും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചോളൂ മക്കളെ. അപ്പോൾ അമ്മ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരും നന്ദി, നമസ്കാരം.